പിന്നെ എങ്ങനെ എല്ലാരും കൂടെ ഒരു കുടക്കീഴി വന്ന് ഇവരൊക്കെ ഒരു കുടക്കീഴിൽ വന്നതിന് കഥകളുണ്ട്. ഇത് തുടങ്ങുന്നതെന്ന് പറഞ്ഞാല് 2017-18 കാലഘട്ടത്തില് പ്രളയൊക്കെ ഉണ്ട്. പ്രളയത്തിന് മുന്നാണ്. കറക്റ്റ് ഞാൻ പറഞ്ഞില്ലേ, ഇനി പറ. ഓക്കെ, മനിക്സൺ, ഞാന്, പിന്നെ അബിൻ എന്ന് പറയുന്ന സുഹൃത്തുണ്ടായിരുന്നു. അബിൻ ഇപ്പൊ വിദേശത്താണ്. തുടങ്ങി കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴേക്കും വർക്കുകൾ വരുന്നുണ്ടായിരുന്നു. വർക്കുകൾ മെല്ലെ കുറഞ്ഞു വന്നപ്പോഴേക്കും നമ്മൾ ടീമിലേക്ക് പെൺപിള്ളേരുടെ സാന്നിധ്യം തുടങ്ങി. അതായത് വേറെ ഒരു ടീമുണ്ടായിരുന്നു അതേ നാട്ടിൽ തന്നെ, ഇതുപോലെ റീൽസിലൊക്കെ ഷെയർ ചെയ്ത് ഉണ്ടായിരുന്ന ഒരു ടീമുണ്ടായിരുന്നു. അപ്പോൾ അവരുമായിട്ട് ഒരു റീൽ എടുത്തിട്ടാണ് ഞങ്ങളുടെ ടീമിലേക്ക് ആദ്യമായിട്ട് പെൺ സാന്നിധ്യം വരുന്നത്. പിന്നീട് അവരുടെ സാന്നിധ്യത്തിൽ കളിക്കാൻ വേണ്ടിയിട്ട് ഓരോ കുട്ടികളെ കൂട്ടി ഇപ്പോൾ സ്റ്റുഡിയോയിൽ ഏകദേശം പെർഫോമൻസ് ചെയ്യാൻ വേണ്ടി തന്നെ ഏകദേശം 20ഓളം പെൺകുട്ടികൾ വന്നു പോയിട്ടുണ്ട്. അതിൽ പലരും ഇന്ന് പുറത്താണ്, ജർമ്മനി, UK. അപ്പോൾ ഇവിടെ വന്നാൽ രക്ഷപ്പെടുമെന്നാണ് എല്ലാവരും ഏരിയ അങ്ങനത്തെ ഒരു ഏരിയ ആണ്. അപ്പം എന്നോട് എല്ലാവരും ചോദിക്കും, നീ പോകുന്നില്ല, പുറത്തേക്കൊന്നും പോകുന്നില്ലേ? ഇല്ല, എനിക്ക് നാട്, ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്. എന്റെ നാട്, റേഷൻ കട. എന്നിട്ട് ഇവരെ പിന്നെ അങ്ങനെ കിട്ടിയതായിരുന്നോ? എന്നിട്ട് ഒരിക്കൽ നമ്മുടെ കൂടെ വന്നിട്ടുള്ള അതുലിന്റെ പരിചയത്തിലാണ് അനന്യ സ്റ്റുഡിയോയിലേക്ക് വരുന്നത്. ആദ്യം അനന്യ വന്നു, പിന്നെ അനന്യയുടെ അനിയത്തി വന്നു, അനുമോള് വന്നു. അതിനുശേഷമാണ് ഗായത്രി വരുന്നത്. വന്നു കഴിഞ്ഞ് ഒരു 2-3 ദിവസം അതിൻ്റെ അപ്പുറം ഞാൻ ഇവരെ ഗ്യാപ്പിട്ട് നിൽക്കാൻ ഞാൻ വിടുകയല്ല. ഞാൻ പറഞ്ഞു, അങ്ങനെയല്ല, ഞാൻ ഡയറക്റ്റ് പറയും, മര്യാദയ്ക്ക് കമ്പനി ആയില്ലെങ്കിൽ നടപടിയാവില്ല. മര്യാദ കമ്പനി ആയിക്കോ, അല്ലെങ്കിൽ എന്തെങ്കിലും ബാലിശ്യമായിട്ടുള്ള എന്തെങ്കിലും പെൺപിള്ളേരല്ലേ, മീൻസ് എന്നെ സംബന്ധിച്ച് എന്നെക്കാട്ടി ഇളയവരാണ്. അപ്പം ഞാൻ പറയും, എന്തെങ്കിലും ബാലിശ്യമായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ഞാൻ പറയും, ഇവിടെ ഇപ്പം കാണിക്കണ്ട, എന്നോട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞോ, ഇവിടെ കാണിക്കേണ്ട സ്ഥലം ഇവിടെയല്ല. അവിടെ എല്ലാവർക്കും ഒരു സ്പേസ്, ഈക്വാലിറ്റി ഞാൻ എപ്പോഴും കീപ്പ് ചെയ്യാൻ ആ ഒരു ഇക്വിലിബ്രിയത്തിൽ ഞാൻ കൊണ്ടുപോകുന്നുണ്ട്. അതുകൊണ്ടായിരിക്കണം എല്ലാവരും സ്റ്റുഡിയോയിലേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തവണ വിളിച്ചാൽ മതി, ഇച്ചിരി ലേറ്റ് ആയാലും പിന്നെ രണ്ടാമതൊന്നും വിളിക്കേണ്ടി വരികയില്ല. എത്തിക്കോളൂ, എല്ലാവരും ഇൻട്രസ്റ്റഡ് ആ വരാൻ വേണ്ടിയിട്ട്, അവിടെ പെർഫോം ചെയ്യുന്ന ആരാണെങ്കിലും. അങ്ങനെ നിങ്ങൾ എല്ലാം അടുത്തടുത്ത് ഏകദേശം അടുത്ത സറൗണ്ടിങ്സ് എല്ലാവർക്കും പരസ്പരം അറിയുകയൊക്കെ ചെയ്യും. ഫാമിലി അറിയാം. ഇപ്പൊ നിങ്ങൾ വർക്കിന് പോകുമ്പോ എങ്ങനെ പോയാലും റിസപ്ഷൻ ടൈമിലായിരിക്കുമല്ലോ, ഈവനിങ്ങിലായിരിക്കുമല്ലോ? ഈവനിങ്ങിലുണ്ട്, ഡെയിലും ഉണ്ട്. എങ്ങനെയുണ്ട് പേയ്മെന്റ് ഒക്കെ? പേയ്മെന്റ് നമ്മൾ ഇന്റർവ്യൂവിലെ കൺക്ലൂഷൻ ചെയ്യേണ്ട കാര്യമുണ്ടോ? ഞാൻ ചുമ്മാ ചോദിച്ചതേ ഉള്ളൂ. ആശാനാട്ടോ, ശരിക്കും ഇപ്പൊ എനിക്ക് മനസ്സിലായി നിങ്ങളൊക്കെ എങ്ങനെയാ കളിക്കുന്നത്. ഇപ്പൊ മനസ്സിലായി, ഞാൻ ചുമ്മാ ചോദിച്ചതേ ഉള്ളൂ. വരുമാനം അതിന് ഇങ്ങനെയൊന്നും വേണ്ട, പറ്റിക്കാനാണെങ്കിലല്ലേ അങ്ങനെയൊന്നും പറയില്ല. അല്ല, ഇതുവഴി നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ കിട്ടിക്കോട്ടെ എന്ന് വെച്ചിട്ടായിരുന്നു. ഇനിയിപ്പോ വേണ്ട, നല്ല പേയ്മെന്റ് ഇവർക്ക്. നല്ല വർക്കിന് നല്ല പേയ്മെന്റ് കൊടുക്കേണ്ടി വരും. അതാണ് കോൺഫിഡൻസ് ആണ്, അതെനിക്ക് ഇഷ്ടപ്പെട്ടു. കാരണം നിങ്ങൾക്കത് സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റുമോ നിങ്ങളുടെ ഒരു കോൺഫിഡൻസിലാണ് നിങ്ങൾ അതിന്റെ പേയ്മെന്റ് പറയുന്നത്. ഞാൻ ചോദിച്ചാൽ നല്ല വർക്ക് ഉണ്ടോ, നല്ല പേയ്മെന്റ് ഉണ്ടോ വെച്ചാൽ അത് കോൺഫിഡന്റ് ആയിട്ട്, യെസ് ഞങ്ങൾക്ക് നല്ല വർക്ക് ഉണ്ട്, നല്ല കോൺഫിഡന്റ് ആണ്. അതാണ് കോൺഫിഡന്റിന്റെ ഭാഗമാണ് അത്. ഇപ്പൊ ഈ വൈറലായി കഴിഞ്ഞിട്ട് നാട്ടിൽ ഇറങ്ങി നടക്കാൻ പറ്റുന്നുണ്ടോ? നാട്ടിലിറങ്ങി നടക്കാൻ വലിയ കുഴപ്പമില്ല. അവിടെ ഞങ്ങൾ നേരത്തെ അറിയാലോ, ഈ കാഞ്ഞങ്ങാട് അത് കഴിഞ്ഞ് ഇങ്ങോട്ട് എവിടെ പോയാലും ഇങ്ങോട്ട് വരുന്ന വഴിക്ക് വരുന്ന ആൾക്കാർ ഇങ്ങനെയൊക്കെയാ വണ്ടി ഓടിക്കുന്നത്. അത് ചിലപ്പോ സൗന്ദര്യം കണ്ടിട്ടായിരിക്കും. ആണോന്നൊരു നിമിഷമില്ല. അല്ല, പോപ്പിൻസിനെ കണ്ടിട്ടല്ലേ കേട്ടോ ഞാൻ നിങ്ങൾ ഈ ഡ്രസ്സിലാണ് വന്നിറങ്ങി. ഞങ്ങളെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വന്നിടത്തൊന്നും ഇതേപോലത്തെ ഒരു അനുഭവം ഉണ്ടായി. എന്താ? അതുപോലെ പുള്ളിക്കാരൻ വന്നിട്ട് ഇത് അവരല്ലേ, അവര് തമ്മിൽ പറഞ്ഞാണ്. അപ്പൊ ഞാൻ കേട്ടോ, ഞാൻ അപ്പൊ അവരോട് അങ്ങോട്ട് വിളി, അതെ അവര് തന്നെയാണ്. ഇവിടെ ഇടയ്ക്ക് കൊച്ചിയിലേക്ക് ഒന്ന് ദർശനം തരാം. നിങ്ങളുടെ കണ്ണാടി കൊണ്ടുവന്നിട്ടില്ല അല്ലേ? മറന്നുപോയി. ഇതാണല്ലേ യൂണിറ്റി. മറന്നുപോയാലും ഒരുമിച്ച് എടുക്കണമെന്ന് ആലോചിച്ചു, പിന്നെ വരാൻ നേരത്ത് വേഗം വന്നു. ആളെന്താ മിണ്ടാണ്ടിരിക്കുന്നേ? എന്നോട് ഇതിലും ചോദിക്കണ്ടേ? എന്നെ പറയാൻ ആശാനല്ല മാസ്റ്റർ. ആശാനല്ല മാസ്റ്റർ അല്ലേ? മാസ്റ്റർ എല്ലാം മറുപടി പറഞ്ഞു. എനിക്ക് അങ്ങോട്ടേക്ക് നോക്കാൻ പറ്റുന്നു. അപ്പൊ ഇടയ്ക്ക് കയറി സ്മാർട്ടായിട്ട് നമ്മള് പറയണം. ആരും നമുക്ക് അവസരം കൊണ്ടേ തരത്തില്ല. നമ്മൾ ഇടിച്ചു കയറി നിൽക്കണം. മാസ്റ്ററെ കഴിഞ്ഞ് വലിയ മാസ്റ്റർ ആവണം. ചെറുതായിട്ടൊക്കെ
പറ പ്ലസ് വണ്ണുകാരിക്ക് ഈ പഠിത്തത്തിനിടയ്ക്കും ഈ സമയം കണ്ടെത്തി പോയിട്ട് സ്കൂളിൽ എങ്ങനെ ടീച്ചേഴ്സിന്റെ നല്ല വഴക്ക. പറ എനിക്ക് ഇപ്പഴൊരു ആശ്വാസമാണ്. ഞാൻ ചോദിച്ചിട്ട് ഒരു ഫീൽ കിട്ടിയത് ഇപ്പഴാ. ഈ ഹെയർ സ്റ്റൈൽ ഇങ്ങനെ കെട്ടുന്നതിന് വരെ പറയും. അതെ, ഇങ്ങനെ കെട്ടുന്നതും ഞാൻ ഇത് ഫുൾ എടുത്ത് ഇങ്ങനെ കെട്ടണം എന്നൊക്കെ അവര് പറയുന്നത്. മറ്റേ ഈ സ്കൂളാണോ ഇങ്ങനെ രണ്ട് വശത്തേക്ക് അല്ലല്ല ചില സ്കൂളുകളിൽ രണ്ടായിട്ട് മെടഞ്ഞു കെട്ടണം എന്നുണ്ട്. അങ്ങനെയില്ല. എന്റെ അനിയത്തി അങ്ങനെ കെട്ടണം എന്നുള്ള ഒരു സ്കൂളിൽ ചെന്ന് 8ാം ക്ലാസ് ജോയിൻ ചെയ്ത് അവള് ആ ജോയിൻ ചെയ്ത പിറ്റേ ദിവസം അവള് മുടി മുറിച്ച് കളഞ്ഞ്. അപ്പൊ പിന്നെ കെട്ടണ്ടല്ലോ. ഞാൻ അതുകൊണ്ടാ ചോദിച്ചത്. അവിടെ അങ്ങനൊന്നുമില്ല. ഇഷ്ടമുള്ള പോലെ കുറെ പേരുണ്ട് മുടി അഴിച്ചിട്ട് ഇഷ്ടമുള്ള പോലെ നടക്കുന്നത്. എന്നോട് വന്ന് ക്ലാസ് ടീച്ചർ പറഞ്ഞു, എന്താ സ്റ്റാഫ് റൂമിൽ ഫുള്ള് ചർച്ചയാണ്, നീ മുടി അഴിച്ചിട്ടിട്ട് ഇങ്ങനെയൊന്നും കെട്ടിക്കൊണ്ട് വരില്ലെന്ന്. പക്ഷെ ഫാൻസ് ഉണ്ട് ഇൻസ്റ്റാഗ്രാമില് ഹെയറില്. സ്കൂളിലും കുറെ പേർക്ക് എന്റെ മുടി ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ പിന്നെ ഞാൻ സ്കൂളിൽ ഇങ്ങനെ തന്നെ കെട്ടാറ്, വേറെ ഒന്നുമില്ല. പിന്നെ ഈ വീഡിയോ കൂടെ ഇറങ്ങിയ പിന്നെ ഇങ്ങനെ കെട്ടിട്ടുള്ളൂ. ടീച്ചർ അത് കേൾക്കുന്നുണ്ടായിരിക്കുമല്ലോ നമ്മുടെ ഇന്റർവ്യൂ. പക്ഷെ ടീച്ചർ പോവാ. പക്ഷെ ടീച്ചർ ഇങ്ങനെ സ്റ്റാഫ് റൂമിലെ കുറച്ച് ടീച്ചേഴ്സ് ഒക്കെ പറഞ്ഞിട്ട് അങ്ങനെ എന്നോട് വന്ന് ക്ലാസ് ടീച്ചർ പറഞ്ഞു കഴിഞ്ഞപ്പോ ടീച്ചറിനോട് എന്നാ മറുപടി പറഞ്ഞേ? ഞാൻ ടീച്ചറിനോട് പറഞ്ഞു, ടീച്ചർ എന്നോട് പറഞ്ഞു, എന്താ തിങ്കൾ മുതൽ വെള്ളിയാഴ്ച വരെ നീ പഠിക്കാൻ വരണം, ശനിയും ഞായറും പ്രോഗ്രാമിന് വെക്കുന്നു. പക്ഷെ ഈ ഇടയ്ക്ക് ഈ തിങ്കളോ വല്ലതും ഉണ്ടാവുമല്ലോ, ഞാൻ ഒരു ദിവസം ലീവ് ആയിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു, ഇല്ല ടീച്ചർ, എന്താ ചിലപ്പോ പോയേ പറ്റൂ, ഞാൻ എന്തായാലും ലീവ് എടുക്കുന്ന ദിവസം ഞാൻ അന്നത്തെ പഠിച്ചോളാന്നൊക്കെ പറഞ്ഞു. പിന്നെ കുഴപ്പമൊന്നുമില്ല, വീട്ടില് സപ്പോർട്ടാ, അതുകൊണ്ട് വീട്ടില് നല്ല സപ്പോർട്ടാ. വീട്ടില് നിങ്ങൾ 2 പെൺമക്കളാ? അല്ല, ഒരു ചേട്ടായും കൂടെ ഉണ്ട്, മൂത്തത്. ചേട്ടായി എന്തെടുക്കുന്നു? ചേട്ടായി ഇപ്പൊ ലോജിസ്റ്റിക്സ് വർക്ക് ചെയ്യും. നിങ്ങൾക്ക് ആർക്കും കാസർഗോഡ് ഭാഷയില്ലല്ലോ? ഇല്ല, ഞങ്ങള് കോട്ടയംകാരുടെ ഇടയ്ക്കാണ് താമസം. അല്ല, അതെനിക്ക് മനസ്സിലായി. ഞാൻ കുറെ ഞാനിത് കാസർഗോഡ് വന്നിട്ട് എന്റെ ലാംഗ്വേജ് കോട്ടയത്തിന്റെ ഞങ്ങൾക്ക് കൂടി മനസ്സിലായി. ചേട്ടായി എന്ന് പറഞ്ഞപ്പോഴേ ഞാൻ ഒന്നുകൂടെ കിടങ്ങി. അതാ ഞാൻ ഭാഷ ചോദിച്ചേ. ഇവിടെ ഞങ്ങള് കോട്ടയംകാരാ ചേട്ടായി, ഞങ്ങളെ ചേട്ടായി എന്ന് വിളിക്കുന്ന. അതാ നമ്മുടെ ഏരിയയിലൊക്കെ ഇങ്ങനെ തന്നെയാ. ഇനി കാസർഗോഡ് മെയിൻ പള്ളികളൊക്കെ ഉള്ളത് നമ്മുടെ ടൗണുകളിലൊക്കെ. ഇനി കാസർഗോഡ് അങ്ങ് അറ്റം പോണം. +1 ഏതാണ്? ഞാൻ കൊമേഴ്സ് ആയിരുന്നു ഫസ്റ്റ് എടുത്തത്, പിന്നെ സയൻസിലോട്ട് മാറിയതാ. അപ്പം സയൻസിൽ കുറെ പാടമൊക്കെ തീർത്ത് കാണുമല്ലോ. അപ്പം അവർക്കപ്പോൾ എനിക്കത് ഞാനിപ്പോൾ നോട്ടൊക്കെ എഴുതി വരുന്നതേ ഉള്ളൂ. അവരത് എനിക്ക് എക്സാം എഴുതിയാലും എഴുതിയില്ലെങ്കിലും കണക്ക് തന്നെയാണ്. പിന്നെ അതുകൊണ്ട് പഠിച്ചിട്ടൊക്കെ കുറച്ചുകൂടെ കഴിഞ്ഞ് എഴുതാന്ന് വിചാരിക്കും. ഒരെക്സാം കട്ട് ചെയ്തു. ആൾക്ക് വേണ്ടി വേറെ എക്സാം ഒക്കെയാ. എഴുതിയാലും കണക്കാണ്. ഇതൊക്കെ തുറന്നു പറഞ്ഞ ടീച്ചേഴ്സ് ഒക്കെ കേക്കത്തില്ലേ? അല്ല, ഇത് ടീച്ചർമാർക്ക് അറിയുന്ന കാര്യല്ലേ, എന്താ പേടിക്കാനല്ലേ. ഇയാള് സയൻസ് ആയിരുന്നോ? ഞാൻ സയൻസ്. പിന്നെ 4ാം വർഷമല്ലേ GNM? GNM 3 വർഷമല്ലേ ഉള്ളൂ. 3 വർഷം. അപ്പം ഇപ്പൊ ഏതാ വർഷം? 3ാം വർഷം. 3ാം വർഷം. അപ്പം പ്രാക്ടീസിനൊക്കെ പോണ്ടേ? പ്രാക്ടീസ് ഞാൻ മംഗലാപുരത്തായിരുന്നു, അത് ഫിനിഷ് ചെയ്തിട്ട് ഞാൻ വന്നത്. ഇനിയിപ്പോ എക്സാമിന് പോയാൽ മതി. ഇനിയിപ്പോ എന്റെ പ്രാക്ടീസ് നാട്ടിൽ തന്നെയാണ്. ഇപ്പൊ 21 വരെ ഞാൻ ലീവ് വെച്ചിട്ടുണ്ട്. ഇപ്പൊ ഹോസ്പിറ്റലിലല്ലേ പോണ്ടത്? അത് ടൈമിംഗ് ആണോ? എങ്ങനെയാ? ഹോസ്പിറ്റലില്ല, ടൈമിംഗ് ഉണ്ട്. അത് 2 ഷിഫ്റ്റുള്ള ഹോസ്പിറ്റലാ. ഒന്നെങ്കിൽ ഡേ അല്ലെങ്കിൽ നൈറ്റ്.